ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോട്ടിങ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്താണ്, എപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്, ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും കമന്റ് ചെയ്യാനും. കാരണം വീഡിയോ കാണാതെ നിങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും അത് നിങ്ങൾ കമന്റ് ചെയ്താൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കമന്റിലൂടെ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിലോ ഒരു ബ്ലഡിന്റെ സ്റ്റെയിൻ, ഏകദേശം ഒരു 1 ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് ഒക്കെ പോലെ നമുക്കൊരു ബ്ലഡിന്റെ സ്റ്റെയിൻ നമ്മുടെ വെജൈന വഴി ഒരു ബ്ലഡിന്റെ സ്റ്റെയിൻ പോലെ വരുന്നതിനെയാണ് നമ്മൾ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. അത് വളരെ കുറച്ചുണ്ടായിരിക്കും, അതാണ് ഒരു സ്പോട്ട് പോലെ, അതാണ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ കുറച്ചായിട്ട് ഇങ്ങനെ വരുന്ന ബ്ലീഡിങ്ങിനെയാണ് അതൊരു ബ്രൗൺ കളറിലോ പിങ്ക് കളറിലൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ സ്പോട്ടിംഗ് എന്ന് പറയാം. അപ്പൊ ഇത് എപ്പോഴൊക്കെ ഉണ്ടാവാന്ന് വെച്ചാൽ നമ്മൾ മെൻസസ് ആവുന്നതിന് മുൻപ് പ്രീ മെൻസ്ട്രൽ പീരീഡിൽ ഉണ്ടാവും, അതുപോലെ തന്നെ പോസ്റ്റ് മെൻസ്ട്രൽ പീരീഡിലും, പിന്നെ നമ്മുടെ ഓവുലേഷൻ ടൈമിൽ, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ടൈമിൽ, ഇത്രയും സമയങ്ങളിലാണ് നമുക്കിങ്ങനെ ഈ സ്പോട്ടിംഗ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഓവുലേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഓവുലേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻസസ് ആയിട്ട് അവിടെ തൊട്ട് നമ്മുടെ സൈക്കിളിന്റെ ഏകദേശം ഒരു നടുക്കില് ഒരു 14, 15, 16 ദിവസം ആ ഒരു ഓവുലേഷൻ ടൈമിലാണ് നമുക്ക് ഇതുപോലെ സ്പോട്ടിംഗ് ഉണ്ടാവുക. അതൊക്കെ നോർമൽ ആയിട്ട് നമുക്ക് വരുന്നതാണ്, അതൊന്നും നമുക്ക് യാതൊരു കുഴപ്പങ്ങളില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ സമയത്തും നമുക്ക് വരുന്നത് നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതും നിങ്ങൾക്ക് പേടിക്കേണ്ട വലിയ പ്രശ്നമൊന്നുമല്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇംപ്ലാന്റേഷൻ സമയത്ത് ഈ ഇങ്ങനെ സ്പോട്ടിംഗ് അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെ എല്ലാവർക്കും വരണമെന്നില്ല. അതൊരു വളരെ കുറച്ചൊരു 20-25% ആളുകളിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അപ്പൊ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീജവും അണ്ടവും കൂടി കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ട്യൂബിൽ വെച്ചിട്ട്, നമ്മുടെ ഫെല്ലോപ്പിയൻ ട്യൂബാണ്, നമ്മുടെ യൂട്രസ് കഴിഞ്ഞാൽ യൂട്രസിന്റെ അവിടെ നിന്ന് ഫെല്ലോപ്പിയൻ ട്യൂബ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഈ ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നമ്മുടെ ബീജവും അണ്ടവും കൂടെ കൂടിച്ചേരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ ഈ ട്യൂബിൽ വെച്ച് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ആ കൂടിച്ചേർന്ന സൈഗോട്ട് അല്ലെങ്കിൽ ആ ഭ്രൂണം അവിടുന്ന് ഈ ട്യൂബിലൂടെ പതുക്കെ പതുക്കെ നീങ്ങി 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 നമ്മുടെ യൂട്രസിലേക്ക് വന്ന് വീഴും. നമ്മുടെ യൂട്രസിൽ വന്ന് വീണ് നമ്മുടെ യൂട്രസിന്റെ ഭിത്തിയിൽ, യൂട്രസിന്റെ വോളിൽ എവിടെയെങ്കിലും അത് പറ്റിപ്പിടിച്ച് അതിങ്ങനെ എന്താ പറയാ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴ്ന്ന് പിടിക്കും. തുളച്ച് തുളച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ആ ഭ്രൂണം നമ്മുടെ യൂട്രസിനെ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മുടെ യൂട്രസിനെ തുളഞ്ഞു കയറി ഇങ്ങനെ പറ്റി പിടിക്കുന്നതിനെയാണ് ഇതിങ്ങനെ നമ്മുടെ ഈ ഭ്രൂണം പറ്റി പിടിക്കുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇംപ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഇംപ്ലാന്റേഷൻ ടൈമിൽ നമ്മുടെ ഈ ഭ്രൂണം ഇങ്ങനെ നമ്മുടെ യൂട്രസിന്റെ വാളിൽ ഇങ്ങനെ തുളച്ച് കയറുമ്പോൾ അവിടെയുള്ള ചെറിയ ബ്ലഡ് വെസൽസ് ഒക്കെ ചിലപ്പോൾ പൊട്ടാനും ചെറിയ ചെറിയ ബ്ലീഡിങ് അവിടെ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒട്ടുമിക്ക പേർക്കും എല്ലാവർക്കും പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. ഇനി ചിലപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് സ്പോട്ടിംഗ് പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാനും പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഒത്തിരി പേർക്കുള്ള സംശയമാണ്, നമ്മളിങ്ങനെ പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ പീരീഡ്സ് ആവോ അതോ പ്രഗ്നന്റ് ആവോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ബ്ലീഡിങ് വരുമ്പോൾ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ്, പീരീഡ്സ് ആയതാണോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണോ, എന്താണ്, പ്രഗ്നന്റ് ആണോ, അങ്ങനെ ഒരുപാട് പേർക്ക് ഭയങ്കര ഡൗട്ടും ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വരുന്നത് ഏകദേശം നമ്മുടെ ഓവുലേഷൻ കഴിയുമ്പോൾ, നമ്മുടെ ഓവുലേഷൻ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 12-13 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മുടെ ഈ ഭ്രൂണം നമ്മുടെ യൂട്രസിൽ വന്ന് പറ്റിപ്പിടിച്ച് വളരാനായിട്ട് തുടങ്ങുന്നത്. ഏകദേശം ഒരു 2 വീക്സിനുള്ളിലാണ് നമ്മുടെ കുഞ്ഞ് നമ്മുടെ യൂട്രസിലേക്ക് എത്തുക, ഈ ഭ്രൂണം യൂട്രസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞു, ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് ആവുന്ന ഡേറ്റ്, 1ാമത്തെ ഡേറ്റ് മുതൽ ഏകദേശം 14-15 ഡേറ്റിലായിരിക്കും നമ്മുടെ ഓവുലേഷൻ. ആ ഓവുലേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുക. നമ്മൾ പീരീഡ്സ് ആയ ബ്ലീഡിങ് ആണെങ്കിൽ നമുക്കത് വരുന്നത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞാൽ കറക്റ്റ് അടുത്ത് നമ്മുടെ പീരീഡ്സിന്റെ ടൈമിലായിരിക്കും ഉണ്ടാവുക. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണെങ്കിൽ പീരീഡ്സിന്റെ ടൈമിലാവില്ല, അതിന് മുൻപ് നേരത്തെ കൂട്ടി തന്നെ നമുക്ക് ഇങ്ങനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണെങ്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണെങ്കിൽ അതിന്റെ കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രൗൺ കളറിലോ പിങ്ക് കളറിലോ ഒക്കെ ആയിരിക്കും. നമ്മുടെ മെൻസസ് ആവുന്ന പീരീഡ്സ് ആവുന്ന ബ്ലീഡിങ് ആണെങ്കിൽ അത് നമ്മുടെ ബ്രൈറ്റ് ഡാർക്ക് റെഡ് കളറിലായിരിക്കും നമ്മുടെ ഈ ബ്ലീഡിങ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുക, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. വളരെ അപൂർവം ചിലർക്ക് മാത്രമാണ് ഒരുപാട് ബ്ലീഡിങ് പീരീഡ്സ് ആവുന്ന പോലെ ബ്ലീഡിങ് ഉണ്ടാവുക. ഇനി അഥവാ അങ്ങനെ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഡേയിലായിരിക്കും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക. പിന്നെ അത് ആ ബ്ലീഡിങ്ങിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമ്മൾ മെൻസസ് ആവുന്നത് പീരീഡ്സ് ആവുന്ന നമ്മുടെ ബ്ലീഡിങ് ആണെങ്കിൽ അത് ഫസ്റ്റ് ഡേ കുറവായിരിക്കും, സെക്കൻഡ് ഡേ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. സെക്കൻഡ് ഡേ അതുപോലെ തേർഡ് ഡേ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക.
അതുപോലെ തന്നെ നമ്മുടെ ഓവുലേഷൻ ടൈമിൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, നമ്മുടെ ഭ്രൂണമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഇനി അതല്ല, നമ്മൾ പ്രഗ്നന്റ് ആയിട്ടില്ല, നമുക്ക് പ്രഗ്നൻസി കിട്ടിയിട്ടില്ലെങ്കിൽ, പീരീഡ്സ് ആവാനാണ്, നമ്മൾ മെൻസസ് ആവാനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ആ ബോഡിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് മെൻസസ് ആവുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, മെൻസസ് ആവുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പെയിൻ ഉണ്ടാവുന്നത്? വയറുവേദനയാണോ? എത്ര സിവിയാരിറ്റി ഉണ്ടാവും? എത്രമാത്രം വേദന ഉണ്ടാവും? എങ്ങനെയായിരിക്കും നമുക്കറിയാലോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അതുപോലെ ആയിരിക്കില്ല ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണെങ്കിൽ. നമുക്ക് ചെറിയൊരു മസിൽ ക്രാംസ് അല്ലെങ്കിൽ ചെറിയൊരു അബ്ഡോമിനൽ ക്രാംസ് ആണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊരു വേദന ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള നമുക്ക് പീരീഡ്സ് ആവുന്ന പോലെ, മെൻസസ് ആവുന്ന പോലെയുള്ള ക്ഷീണം, തളർച്ച അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാവുള്ളൂ. ചിലർക്ക് അതൊരു സ്പോട്ടിങ് മാത്രമായിട്ട് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, വേറെ കൂടുതൽ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്ന ബ്ലീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എത്ര ദിവസമാണ് പീരീഡ്സിന്റെ, മെൻസസ് ആവുന്നതിന്റെ ബ്ലീഡിംഗ് എത്ര ദിവസമാണ് ഉള്ളതെന്ന്. ഏകദേശം 4 ദിവസം 5 ദിവസമോ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത്രയും ദിവസം അതിന്റെ ബ്ലീഡിംഗ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണെങ്കിൽ ഒരു ദിവസമോ കൂടി പോയി 2 ദിവസം അത്രേ ഉണ്ടാവുള്ളൂ. അത് വളരെ കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇത് തിരിച്ചറിയാനായിട്ട് പറ്റുക. അപ്പൊ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. പിന്നെ എല്ലാവരിലും ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവണമെന്നില്ല. ഇനി നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പീരീഡ്സ് ആവോ ഡേറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നവര്, ഇങ്ങനെ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് വന്നില്ലല്ലോ, ഇനിയിപ്പോ അയ്യോ നമ്മൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവും, എന്തുകൊണ്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് വന്നില്ലല്ലോ, എന്താ ഇനി അത് വരാത്തെ, അങ്ങനെ വിചാരിച്ചും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മെൻസസിന്റെ ഡേറ്റ് കഴിയുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സമാധാനമായിട്ടിരിക്കുക. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മെൻസസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ അതിന് മുന്നേ ടെൻഷൻ അടിച്ച് അയ്യോ എന്താവാത്തെ, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്താ വരാത്തെ, അങ്ങനെ ഒന്നും വിചാരിച്ചു, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് വന്നു, ഇത് പീരീഡ്സ് ആയതാണോ, അങ്ങനെ ഒന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.